ഈ ഇപ്പോൾ NDA 164 അവിടെ ശരിക്കും മത്സരം 163 76. നമ്മുടെ ഈ മാജിക് സ്ക്രീനിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കുക, ഒറ്റ നോട്ടത്തിൽ തന്നെ ആരാണ് ബീഹാറിൽ ലീഡ് ചെയ്യുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. NDA 163, ഇന്ത്യ 76, മറ്റുള്ളവർ 4. ക്യാമ്പിൽ ആഘോഷം തുടങ്ങി എന്ന് പറയുന്നു. പക്ഷെ BJP ക്യാമ്പിനേക്കാൾ കൂടുതൽ അവിടെ JDU ഓഫീസിന് മുന്നിൽ ടൈഗർ അബി സിന്ധാഹെ, ടൈഗർ ഇപ്പോഴും ജീവനോടുണ്ട് കേട്ടോ, കടുവയുണ്ട് എന്ന് പറയുന്ന ഫ്ലക്സുകൾ ഉയരുന്നു. സ്കൂൾ പാഠപുസ്തകത്തിൽ നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കടുവ ചോദ്യം നരഭോജിയാണോ? ഇത് ബീഹാറിലെ മഹാസഖ്യം എന്ന നരഭോജി അല്ല, അതിനെ അവിടെ പെട്ടെന്ന് ഇപ്പൊ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പൊളിറ്റിക്കൽ ഒബ്സർവർ എന്നുള്ള നിലയിൽ യാദവ മേഖലകളിലൊക്കെ NDA മുന്നേറുന്നു. കാര്യം ഈ യാദവ മുസ്ലിം ബെൽറ്റുകളിലൊക്കെ NDA കയറുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര വാർത്തയാണ്. അതായത് യാദവ് മുസ്ലിം കോമ്പിനേഷനുള്ള 83 സീറ്റുകളാണ്. 83 NDA 53 സീറ്റ്, മഹാഗഠബന്ധൻ 30 ഉള്ളൂ. 53-30 ആണ് ഈ പറയുന്ന ഈ മുസ്ലിം MA കോമ്പിനേഷൻ എന്ന് പറയുന്നത്. RJDയുടെ എക്കാലത്തെ വലിയ കോട്ടയാണ്. ആ കോട്ടയിൽ അകത്ത്. അപ്പൊ അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് ഈ SK കാശിന് യാതൊന്നുമില്ല. 10,000 രൂപ യാതൊന്നുമില്ല. 10,000 രൂപ ചോദിക്കുന്നു. ദേശീയ ചാനലുകളിൽ ടാലി വേറെയാണല്ലോ, അത് ഇത് നോക്കാൻ പറ്റുമോ? നമുക്ക് വായിക്കാം. ഇന്ത്യ ടുഡേ 163-76, ഇവിടെ മറ്റേ NDTV 163-77, അവിടെ എന്താണ് ABP 162-62. എവിടെയാണോ തെറ്റ്? അവര് കണ്ടുകൊണ്ടിരിക്കുന്ന റിപ്പബ്ലിക് ആയിരിക്കും. പ്രേക്ഷകരെ പിന്നെ എന്ത് വ്യത്യാസം? ദേശീയ ചാനലുകളൊക്കെ ഇത് തന്നെ. യൂട്യൂബ് നോക്കി പഴയ കണക്കിൽ നമ്മുടെ മാജിക്കിലൂടെ അവർ എത്തിക്കൊണ്ടിരിക്കുക. ദേശീയ ചാനലുകളെല്ലാം നമ്മുടെ ചാനലിലേക്ക് അത്രയും തള്ളണോ? എന്ന് പറയാം. ഗ്രൗണ്ട് കണക്കുകളാണ്. അതിനിടയ്ക്ക് ഒരു ദേശീയ ചാനല് നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് സംശയമുണ്ട്, ഒരു QR കോഡ് കൊടുത്തിട്ട് LED TV കൊടുക്കാന്ന്. നമ്മൾ ഐഫോൺ കൊടുത്തു. LED കൊടുക്കാന്ന്. പണിയാകെ പാളി. ഷാജി സ്ഥലത്തിൽ നിറഞ്ഞോട് തന്നെ എന്റെ മനപ്രയാസം കൂടി. അവിടെ ഇന്ത്യക്കകത്ത് കടുത്ത മത്സരം. JDUവും BJP തമ്മിൽ കടുത്ത മത്സരം. 72 BJP, JDU 73. ആരാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള മത്സരം. അത് കേവലം നമ്മൾ തമാശക്ക് ആൾക്കാരെ പറയുന്നതല്ല. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്ന സാധനം, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഇക്കുറി നിതീഷ് കുമാറിന് അത് പിടിച്ചേ മതിയാവുകയുള്ളൂ. നിതീഷിന്റെ പ്രസക്തി പോയിട്ടില്ല. ടൈഗർ അബി സിന്ധാഹെ എന്ന് ഫ്ലക്സ് വെച്ചത് വെറുതെ അല്ല തെളിയിക്കണമെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി. മാത്രമല്ല ഈ പറഞ്ഞ 10,000 രൂപ അടക്കം സുശാസൻ ബാബു സ്ത്രീകളുടെ നല്ലതിനു വേണ്ടി ചെയ്യുന്ന ഒരു സൽഭരണ കർത്താവ് എന്ന പേരുണ്ടാവണമെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി JDU ആവണം. അങ്ങനെ JDU ഒറ്റകക്ഷി ആക്കി കഴിഞ്ഞാൽ നിതീഷ് കുമാർ കൊണ്ട് മാറി നിൽക്കി വേറൊരാളെ ആക്കാം എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അരവിന്ദാക്ഷൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, നമ്മൾ വേണമെങ്കിൽ നോക്കാവുന്ന കാര്യം. ഹലോ SK, ഹലോ വിജയകുമാർ, കോൺഗ്രസിനെ വല്ലാതെ താഴ്ത്തിക്കെട്ടരുത്. 60 കൊല്ലക്കാലം കേന്ദ്രം ഭരിച്ചവരാ, വളരെ പറഞ്ഞ് അപമാനിക്കുന്നു. എനിക്ക് ട്രോളാ. എനിക്ക് ആദ്യം ഗുട്ടൻസ് പോയില്ല. ഇതൊരു BJP-കാരായ അല്ലേ, കോൺഗ്രസ്സുകാരനല്ല. എന്തായാലും ഒരു കാര്യം പറയാം, താങ്കൾ ട്രോളാണെന്ന് എനിക്കറിയാം, ട്രോൾ ചെയ്ത് മനസ്സിലായി. എന്നാലും പറയാം, ഒരു പാർട്ടിയും നമ്മൾ അപമാനിക്കുന്ന പ്രശ്നമില്ല. എല്ലാ പാർട്ടിയും, ഈ രാഷ്ട്രീയ കക്ഷികൾ എന്ന് വെച്ചാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ലൈവ് ബ്ലഡ്, ജീവരക്തം എന്ന് വിശ്വസിക്കുന്നവരാണ്. എല്ലാവരും വേണം. മൾട്ടിപ്പിൾ പാർട്ടി ഉള്ളതുകൊണ്ടല്ലേ ജനാധിപത്യത്തിന് ശക്തി പോകുന്നത്. നമുക്കങ്ങനെ ഒറ്റ പാർട്ടി സ്വേച്ഛാധിപത്യമാവില്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.